വെൽ ഡ്രസ്ഡ് ആയിരിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇംഗ്ലീഷിലെ രണ്ട് വാക്കുകളാണ് ഡ്രസ് ആൻഡ് അഡ്രസ്. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഈ ഡ്രസ്സ് തന്നെയാണ് അഡ്രസ്സായി മാറുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം ഒരാളുടെ മേൽവിലാസം ശരിക്കും മനസ്സിലാകുന്നത് അയാൾ ധരിച്ച വസ്ത്രം നോക്കിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ആരോ ഒരാൾ കോളിംഗ് ബെല്ലിൽ അമർത്തുന്നു. ആ സൗണ്ട് കേട്ട് വാതിൽ തുറക്കുന്നു. മുഷിഞ്ഞ വസ്ത്രധാരിയാണ് മുന്നിലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അതല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ? സോ ഒരാളുടെ പുറം നന്നാവുക അയാളുടെ ഹൃദയം നന്നാകുന്നത് പോലെ തന്നെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയഭക്തിയുടെ വസ്ത്രമാണ് ഏറ്റവും ഉന്നതമെന്ന്. വസ്ത്രവിധാനത്തിന് നമ്മുടെ ജീവനോളം വിലയുണ്ട് എന്ന് സാരം. സോ നന്നായി വസ്ത്രം ധരിക്കുക. ഇങ്ങനെ ഒരു ആംഗലേയ മൊഴിയുണ്ട്, വെയ്ക്ക് അപ്പ്, ഡ്രസ് അപ്പ് ആൻഡ് വോക്ക് അപ്പ്. നേരത്തെ എണീക്കുക, നന്നായി വസ്ത്രം ധരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ നല്ല വിധത്തിൽ അപ്പിയർ ചെയ്യുക എന്ന് ആംഗലേയ മൊഴിയുണ്ട്. ഇനി നിങ്ങളൊരു രക്ഷിതാവാണോ എങ്കിലൊരു ബോണസ് ടിപ്പ് കൂടെ ഈ ടോപ്പിക്കിൽ എനിക്ക് പറയാനുണ്ട്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ കാര്യങ്ങളല്ലേ ഡെയിലി പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ ആ കൂട്ടത്തിൽ നന്നായി അവരെ വസ്ത്രം ധരിപ്പിക്കാൻ കൂടി നമ്മൾ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ മെൽ ഓൺലൈൻ മദ്രസയിൽ ഡെയിലി റിമൈൻഡർ ചാർട്ടിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള പാഠങ്ങളാണ്. സോ നമ്മുടെ കുട്ടികൾ നന്നായിരിക്കാനും നന്നായി വസ്ത്രം ധരിക്കാനും നമ്മൾ തന്നെയാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടത്. ബിക്കോസ് യുവർ ഡ്രസ് ഈസ് യുവർ അഡ്രസ്. വെൽ ഡ്രസ്ഡ് ആയിരിക്കുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇംഗ്ലീഷിലെ രണ്ട് വാക്കുകളാണ് ഡ്രസ് ആൻഡ് അഡ്രസ്. എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? ഈ ഡ്രസ്സ് തന്നെയാണ് അഡ്രസ്സായി മാറുന്നത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം ഒരാളുടെ മേൽവിലാസം ശരിക്കും മനസ്സിലാകുന്നത് അയാൾ ധരിച്ച വസ്ത്രം നോക്കിയിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ആരോ ഒരാൾ കോളിംഗ് ബെല്ലിൽ അമർത്തുന്നു. ആ സൗണ്ട് കേട്ട് വാതിൽ തുറക്കുന്നു. മുഷിഞ്ഞ വസ്ത്രധാരിയാണ് മുന്നിലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും? അതല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ? സോ ഒരാളുടെ പുറം നന്നാവുക അയാളുടെ ഹൃദയം നന്നാകുന്നത് പോലെ തന്നെ പ്രധാനമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയഭക്തിയുടെ വസ്ത്രമാണ് ഏറ്റവും ഉന്നതമെന്ന്. വസ്ത്രവിധാനത്തിന് നമ്മുടെ ജീവനോളം വിലയുണ്ട് എന്ന് സാരം. സോ നന്നായി വസ്ത്രം ധരിക്കുക. ഇങ്ങനെ ഒരു ആംഗലേയ മൊഴിയുണ്ട്, വെയ്ക്ക് അപ്പ്, ഡ്രസ് അപ്പ് ആൻഡ് വോക്ക് അപ്പ്. നേരത്തെ എണീക്കുക, നന്നായി വസ്ത്രം ധരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ നല്ല വിധത്തിൽ അപ്പിയർ ചെയ്യുക എന്ന് ആംഗലേയ മൊഴിയുണ്ട്. ഇനി നിങ്ങളൊരു രക്ഷിതാവാണോ